Hi, all, welcome to Exam by Olympiad. So, algebraic question നോക്കാം. Let P of x be a polynomial with a real coefficient such that for all real x, 2 into 1 of 1 plus P of x equal to P of x minus 1 plus P of x plus 1, P of 0, P of 2 തന്നിട്ടുണ്ട്. Determine the value of P of 4 എന്നുള്ളതാണ് ചോദിച്ചുള്ളൂ. Typically കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഈ ഒരു പാറ്റേണിൽ കുറേ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. P of 0 തന്നിട്ടുണ്ട്, P of 2 തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്, 2 into 1 plus P of x equal to P of x minus 1 plus P of x plus 1. ഇതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ. നമ്മുടെ P of എക്സിന് പകരം ഞാൻ 1 കൊടുക്കുകയാണ്. എക്സിന് പകരം 1 കൊടുക്കുന്ന സമയത്ത് എന്താ വരിക, 2 into 1 plus P of 1 equal to P of 0 plus P of 2 അല്ലേ. P of 2, P of 0 അറിയാലോ, P of 2 അറിയാലോ. P of 0 എത്രയാണ്, P of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is 8 ആണ്. സോ 8 plus P of 2 എത്രയാണ്, 32 ആണ്. 32 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which will be equal to 2 into 1 plus P of 1. സോ P of 1ൻ്റെ വാല്യൂ ഇവിടുന്ന് കണ്ടെത്തി കൂടെ. യെസ്, P of 1ൻ്റെ വാല്യൂ ഇവിടുന്ന് കണ്ടെത്താം. ഇവിടെ എത്ര വരും, ഇത് 40 വരും. 8 plus 32 40 ആണ്. 40/2 അല്ലേ, 40/2. 8 plus 32 എന്ന് പറഞ്ഞാൽ 40. 40 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് എത്ര വരും, 20 വരും. 1 plus P of 1ൻ്റെ വാല്യൂ 1 plus P of 1ൻ്റെ വാല്യൂ 20 വരും. അങ്ങനെയാണെങ്കിൽ P of 1ൻ്റെ വാല്യൂ എന്താ വരിക, 19 ആണ്. എത്രയും സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം. P of 1ൻ്റെ വാല്യൂ എന്താണ്, 19 ആണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ. ഞാൻ ഇവിടെ എക്സിന് പകരം 1 ഇട്ട് കൊടുത്തല്ലേ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ എന്ത് ചെയ്യുക, അടുത്ത എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. എക്സിന് പകരം 2 കൊടുക്കുന്ന സമയത്ത് എന്താ വരും നോക്കുക, എക്സിന് പകരം 2 കൊടുക്കാം. 2 കൊടുക്കുന്ന സമയത്ത് ഇക്വേഷനിൽ കൊടുക്കാം. ഏത് ഇക്വേഷനിലാണ്, ഈ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിന് പകരം 2 കൊടുക്കുന്ന സമയത്ത് 2 into 1 plus P of 2, 2 into 1 plus P of 2 will be equal to എന്താണ് പറയാവുന്നത്, P of എന്താ വരിക, ഇവിടെ 2 അല്ല കൊടുക്കുന്നത്, P of x minus 1 ആണ്. P of x minus 1 plus P of x plus 1 ആണ്. അപ്പോൾ P of 2 minus 1 plus P of 2 plus 1 വരും. P of 1 plus P of 3 വരും. P of 1 plus P of 3 plus P of 3. ഓക്കെ, നമുക്ക് ഏതൊക്കെ വാല്യൂസ് അറിയാം, P of 2യുടെ വാല്യൂ അറിയാം അല്ലേ, P of 2യുടെ വാല്യൂ അറിയാം, P of 1ൻ്റെ വാല്യൂ അറിയാലോ. അങ്ങനെയാണ്. സോ നമുക്ക് P of 3യുടെ വാല്യൂ അവിടെ നിന്ന് കണ്ടെത്താം. P of 1 എത്രയാണ്, 19 ആണ്. P of 1 19 ആണ്. P of 3 നമുക്ക് കണ്ടെത്താം. ഇവിടെ വാല്യൂ അറിയാവുന്നത്. പിന്നെ 2 into 1 പ്ലസ് P of 2യുടെ വാല്യൂ എത്രയാണ്, P of 2 എത്രയാണ്, 32 ആണ് അല്ലേ. സോ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 33 into 2 ഇവിടെ എത്ര വരിക, 32. 32 plus 1 എത്രയാണ്, 33. 33 into 2 which is 66. 66 minus 19 ആണ് എന്ത് വരുന്നത്, P of 3യുടെ വാല്യൂ. 66 minus 20 എത്ര, 66 minus 19 ചെയ്യാൻ 66 minus 20 എത്രയാണ്, 46. 46 plus 1 ചെയ്താൽ മതി, which is 47. സോ 47 is equal to P of 3. ഇത് കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യുക, ഇപ്പോൾ സോ നമുക്ക് ഏതാ കിട്ടിയിട്ടുള്ളത്, P of 3യും കിട്ടിയല്ലേ. P of 3 കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്, P of 4 കാണണം അല്ലേ. P of 4 കാണണം. നമ്മൾ x is equal to 2 കൊടുത്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, P of 3 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് x is equal to 3 കൊടുത്തു നോക്കാം. x is equal to 3 കൊടുക്കുന്ന സമയത്ത് 2 into 1 plus P of 3 will be equal to P of 2 plus P of 4 വരും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇവിടുന്ന് P of 4 എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും അല്ലേ. P of 2യുടെ വാല്യൂ അറിയാലോ. P of 2 എത്രയാണ്, 32 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, which will be equal to 2 into 1 plus P of 3 എത്രയാണ്, 47 അല്ലേ. 2 into 1 plus 47 പ്ലസ് P of 4 വരും. സോ P of 4ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം, നിങ്ങൾ ഇവിടെ നോക്കാവുന്നത് 1 plus 47 48 ആണ്. 48 into 2 എത്രയാണ്, 96 ആണ് അല്ലേ. 96 minus 32 ആണ്. 96 minus 30 എത്രയാണ്, 66 ആണ്. 66 minus 2 ചെയ്യുന്ന സമയത്ത് 64 വരും. സോ എന്താ വരുന്നത്, P of 4ൻ്റെ വാല്യൂ 64 കിട്ടും. സോ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. P of ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് P of 4 ആണ്. P of 4 എത്രയാണ്, 64 ആണ് വാല്യൂ.